ലോകം ഇന്ന് സങ്കീർണമായ ഒരു ഭൗമരാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധകാഹളങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ ഇന്ധന വിപണിയെ നേരിട്ട് ബാധിച്ചിരിക്കുന്നു. ഇതിന്റെ പ്രതിഫലം എന്നോണം ഇന്ത്യയിലെ പ്രീമിയം പെട്രോൾ വിലയിൽ ലിറ്ററിന് 2.35 രൂപ വരെ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. രാജ്യത്തെ എണ്ണ കമ്പനികൾ കൈക്കൊണ്ട ഈ തീരുമാനം ഹൈ പെർഫോമൻസ് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരെ നേരിട്ട് ബാധിക്കുമ്പോൾ സാധാരണ പെട്രോളിന്റെയും ഡീസലിന്റെ വിലയിൽ നിലവിൽ മാറ്റമില്ല എന്നത് വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് ആശ്വാസമാകുന്നു. എങ്കിലും ഈ വില വർധനവ് വരാനിരിക്കുന്ന വലിയൊരു സാമ്പത്തിക ചലനത്തിന്റെ സൂചനയാണോ എന്ന് രാജ്യം ഉറ്റുനോക്കുകയാണ്. ഇന്ധനവിലയിലെ ഈ മാറ്റത്തിന് പിന്നിലെ പ്രധാന കാരണം പശ്ചിമേഷ്യയിലെ കലുഷിതമായ അന്തരീക്ഷമാണ്. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ആഗോള ക്രൂഡ് ഓയിൽ വിതരണ ശൃംഖലയെ വലിയ തോതിൽ ബാധിക്കുമെന്ന ആശങ്കയും ശക്തമാണ്. ലോകത്തെ എണ്ണ ഉൽപാദനത്തിന്റെ വലിയൊരു ശതമാനവും നടക്കുന്ന ഈ മേഖലയിൽ നിന്നുണ്ടായ ചെറിയൊരു തടസ്സം പോലും അന്താരാഷ്ട്ര വിപണിയിൽ ബ്രൈറ്റ് ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരാൻ കാരണമാകുന്നു. ഇറാൻ ഇസ്രയേൽ സംഘർഷം മൂലം ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കപ്പലുകളുടെ നീക്കം തടസ്സപ്പെടുമോ എന്ന ഭീതി എണ്ണ കമ്പനികളെ മുൻകരുതൽ നടപടികൾ എടുക്കാൻ പ്രേരിപ്പിച്ചു. ഇതിന്റെ ഭാഗമായാണ് ഉയർന്ന ഒക്ടേൻ റേറ്റിംഗ് ഉള്ള പ്രീമിയം ഇന്ധനങ്ങളുടെ വിലയിൽ ഇപ്പോൾ വർധനവ് വരുത്തിയിരിക്കുന്നത്. സാധാരണ പെട്രോളിനെ അപേക്ഷിച്ച് പ്രീമിയം ഇന്ധനങ്ങൾ സംസ്കരിച്ചെടുക്കുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതിനും ചെലവ് കൂടുതലായതാണ് ഇവയെ ആദ്യം ബാധിക്കാൻ കാരണം. സാധാരണ പെട്രോളിനെ അപേക്ഷിച്ച് ഉയർന്ന ഒക്ടേൻ റേറ്റിംഗ് ഉള്ള ഇന്ധനങ്ങളാണ് പ്രീമിയം പെട്രോൾ വിഭാഗത്തിൽ വരുന്നത്. സ്പീഡ്, പവർ, SP95 തുടങ്ങിയ പേരുകളിൽ വിപണിയിൽ ലഭ്യമാകുന്ന ഈ ഇന്ധനങ്ങൾ എഞ്ചിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും മലിനീകരണം കുറയ്ക്കാനും സഹായിക്കുന്നു. സാധാരണ പെട്രോളിന്റെ ഒക്ടേൻ റേറ്റിംഗ് 91 ആണെങ്കിൽ പ്രീമിയം ഇന്ധനങ്ങളുടേത് 95 അതിന് മുകളിലോ ആയിരിക്കും. ഇത് നിർമ്മിക്കാൻ പ്രത്യേക സാങ്കേതിക വിദ്യയും ഉയർന്ന ചെലവും ആവശ്യമാണ്. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുമ്പോൾ പ്രീമിയം ഇന്ധനങ്ങൾക്കായി ഉപയോഗിക്കുന്ന അഡിറ്റീവുകളുടെയും കെമിക്കലുകളുടെയും വിലയും വർദ്ധിക്കുന്നു. സാധാരണ പെട്രോളിനും ഡീസലിനും സർക്കാർ നൽകുന്ന പ്രത്യേക പരിഗണനയോ എണ്ണ കമ്പനികളുടെ നിയന്ത്രണമോ പലപ്പോഴും പ്രീമിയം ഇന്ധനങ്ങൾക്ക് ലഭിക്കാറില്ല. അതിനാൽ അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങൾ ഇവയെ വേഗത്തിൽ ബാധിക്കുന്നു. രാജ്യത്തെ ഭൂരിഭാഗം വരുന്ന വാഹന ഉപഭോക്താക്കളെയും പൊതുഗതാഗത സംവിധാനങ്ങളെയും സംബന്ധിച്ചിടത്തോളം സാധാരണ പെട്രോളിന്റെയും ഡീസലിന്റെ വിലയിൽ മാറ്റമില്ലാത്തത് വലിയൊരു ആശ്വാസമാണ്. ഡീസൽ വില വർദ്ധിക്കാത്തതിനാൽ നിത്യോപയോഗ സാധനങ്ങളുടെ കടത്തുകൂലി വർദ്ധിക്കില്ല. ഇത് പച്ചക്കറികൾ, പലചരക്ക് സാധനങ്ങൾ എന്നിവയുടെ വിലക്കയറ്റം തടയാനും സഹായിക്കും. KSRTC ഉൾപ്പെടെയുള്ള പൊതുഗതാഗത സംവിധാനങ്ങൾക്കും സ്വകാര്യ ബസ്സുകൾക്കും ടാക്സി ഓട്ടോ തൊഴിലാളികൾക്കും ഈ ഘട്ടത്തിൽ ആശ്വാസം ലഭിക്കുന്നു. പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ പെട്രോൾ ഡീസൽ വില സ്ഥിരത പ്രധാനമാണ്. പ്രീമിയം ഇന്ധനങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുള്ള ഈ നീക്കം വലിയൊരു ജനകീയ പ്രതിഷേധം ഒഴിവാക്കാൻ സർക്കാരിനെയും സഹായിക്കുന്നു. ലിറ്ററിന് 2.35 രൂപ എന്നത് ഒരു ചെറിയ തുകയല്ല. സ്പോർട്സ് ബൈക്കുകളും ലക്ഷറി കാറുകളും ഉപയോഗിക്കുന്നവർക്ക് ഇത് വലിയ സാമ്പത്തിക ഭാരമാണ് നൽകുന്നത്. പല ആധുനിക വാഹനങ്ങളുടെയും എഞ്ചിൻ ദീർഘകാലം നിലനിൽക്കാൻ പ്രീമിയം ഇന്ധനങ്ങൾ തന്നെ ഉപയോഗിക്കണമെന്ന് കമ്പനികൾ നിർദ്ദേശിക്കാറുണ്ട്. അത്തരം സാഹചര്യത്തിൽ ഉടമകൾക്ക് ഉയർന്ന വില നൽകുകയല്ലാതെ മറ്റ് പോംവഴികളില്ല. ദീർഘദൂര യാത്രകൾ നടത്തുന്നവർക്കും ടൂറിസം മേഖലയിൽ ഇത്തരം വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്കും ഈ വർധനവ് തിരിച്ചടിയാണ്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ധനങ്ങൾക്ക് ഈടാക്കുന്ന സെസ്സും നികുതിയും ഇതിനോടകം തന്നെ ഉയർന്നതാണ്. പ്രീമിയം പെട്രോളിന്റെ അടിസ്ഥാന വിലയിൽ മാറ്റം വരുമ്പോൾ അതിന് ആനുപാതികമായി നികുതി വർധനവ് കൂടി ചേരുമ്പോൾ ലിറ്ററിന് 3 രൂപയ്ക്ക് അടുത്ത് അധികമായി നൽകേണ്ടി വരുന്നു. ഇത് സംസ്ഥാനത്തെ വാഹന വിപണിയെയും പരോക്ഷമായി ബാധിച്ചേക്കാം. നിലവിൽ പ്രീമിയം പെട്രോൾ മാത്രമാണ് വർധനവെങ്കിലും ഇത് സാധാരണ പെട്രോൾ വിലയിലേക്കും പടരാനുള്ള സാധ്യത രാഷ്ട്രീയ നിരീക്ഷകരും സാമ്പത്തിക വിദഗ്ധരും തള്ളിക്കളയുന്നില്ല. അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 മുകളിൽ സ്ഥിരമായി തുടർന്നാൽ എണ്ണ കമ്പനികൾക്ക് സാധാരണ പെട്രോൾ വില വർദ്ധിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയുന്നത് ഇറക്കുമതി ചെലവ് വർദ്ധിപ്പിക്കും. പശ്ചിമേഷ്യയിലെ സംഘർഷം മാസങ്ങളോളം നീണ്ടു നിന്നാൽ ആഗോള വിപണിയിൽ വലിയൊരു തകർച്ച സംഭവിക്കാം. രാജ്യത്തെ പ്രീമിയം പെട്രോൾ വില വർധനവ് കേവലം ഒരു പ്രാദേശിക മാറ്റമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിലെ അസ്ഥിരതയുടെ പരിണിത ഫലമാണ്. സാധാരണക്കാരെ ബാധിക്കാത്ത വിധത്തിൽ എണ്ണ കമ്പനികൾ എടുത്ത ഈ തീരുമാനം താൽക്കാലിക ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും ഭാവിയിലെ വിലക്കയറ്റത്തിന് ഒരു സൂചനയായും ഇതിനെ കാണേണ്ടതുണ്ട്. ആഗോള തലത്തിലെ സമാധാന ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ ഇന്ധന വിപണി കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്ക് നീങ്ങും. വാഹന ഉടമകൾ കൂടുതൽ ഇന്ധനക്ഷമതയുള്ള വാഹനങ്ങളിലേക്കും ഇലക്ട്രിക് വാഹനങ്ങളിലേക്കും ശ്രദ്ധ തിരിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഇത്തരം വിലക്കയറ്റങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില എങ്ങനെ പ്രതികരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ കീശയുടെ ഭാരം.